ഈ സൂര്യയുടെ ഒക്കെ ഒരു കാര്യം. ഇന്ന് കളക്ഷൻ തീരെ കുറവാണല്ലോ. ശരിയാ, ഭയങ്കര ഡൾഡേ, ഒട്ടും കളറുമില്ല. ഓ, എല്ലാ ദിവസവും കളറല്ലേ കാണുന്നത്. ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്. അവന് കളർ പോലെ പോലും. ആര് പറഞ്ഞു ഇവിടെ കളറൊന്നും ഇല്ലാന്ന്? ഇവിടെ ആവശ്യത്തിന് അധികം കളറുണ്ട്. ഡേയ്, നിങ്ങൾ പെണ്ണുങ്ങളുടെ കളറല്ല, ഞങ്ങൾ ആണുങ്ങൾക്ക്. മനസ്സിലായോ? മനസ്സിലായില്ല. മനസ്സിലാവില്ല, പ്രായം കൊണ്ടാ. ശരിയായിക്കോളൂ. പിന്നെ ടോണി, നീ ഇന്നത്തെ പേപ്പർ കണ്ടോ? അതിന് സിനിമയൊന്നും മാറിയിട്ടില്ലല്ലോ, പിന്നെന്താ? എന്നാ വേണ്ട. നീ ഇന്നാകെ മൂഡ് ഓഫ് ആണല്ലോ. അവന് കളറ് പോരാന്ന്. ടോണി, എന്താ ഈ പറയുന്നത്? നീ എന്താ ഈ കൊച്ചു പിള്ളേരെ പോലെ? നിനക്ക് കളറ് കുറവാണോ? ചിലപ്പോ എന്റെ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതൊരു കുറ്റാണോ? നീ ഞങ്ങളുടെ സുന്ദര കുട്ടനല്ലടാ. ഒന്ന് പോടാ അവിടെ നിന്ന്. ആ കളറിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഈ കോഫി ഷോപ്പിൽ വായി നോക്കാൻ നല്ല ഗേൾസ് എന്ന കാര്യമാ പറയുന്നത്. മനസ്സിലായോ മണ്ടൻ? അതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം വ്യസന സമേതം ഞാൻ അറിയിക്കുന്നു. കണ്ട അവന്റെ മുഖത്തെ സന്തോഷം കണ്ട. എന്റെ ഉപദേശം കൊണ്ട് ഒരാളുടെ മൂടെങ്കിലും മാറിയല്ലോ. താങ്ക് യു മൈ ഡിയർ ഗോഡ്. മാറി കടാട. മരുഭൂമിയിലെ മഴയോ? 2, 3, 4. അത് വേണ്ടിയില്ല. എക്സ്ക്യൂസ് മീ, ചേട്ടനായിരിക്കും. രാജപദവിയും പന്നിയുടെ കോലോ. നീ പഠിക്കണ്ട സാറാ, നിനക്ക് ഓർഡർ കിട്ടും. എന്റെ പ്രതീക്ഷ തടിയനാ. എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അന്നത്തെ പോലെ മെനു കാർഡും പൊക്കി പിടിച്ചു വന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ കളിച്ച് ആ തടിയനെ ഓടിച്ചു കോളമാക്കരുത് പ്ലീസ്. നീ പടാ അവിടുന്ന്. ഞാനും ഉണ്ടോ? കൺട്രോൾ. എങ്ങോട്ടേക്കാ തിരക്കിട്ട്? വെറുതെ. നീയോ? ഞാനും വെറുതെ. കളർ എടുക്കുവാനായിരിക്കും അല്ലേ? അയ്യോ, നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ കസ്റ്റമേഴ്സിനെ പല രീതിയിൽ ശല്യം ചെയ്യണമെന്ന് പലതവണ സാറ പറഞ്ഞിട്ടും ഞാനൊന്നും പറയാത്തത് പിള്ളേരല്ലെന്ന് കരുതിയിട്ടാ. അത് നിങ്ങൾ എന്റെ ദൗർബല്യമായിട്ട് കാണരുത്, മനസ്സിലായോ? അയ്യോ, റോയ്ച്ചന് ദൗർബല്യമുള്ള കാര്യം എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു. സോറി റോയ്ച്ചൻ. എടാ, പെൺകുട്ടികളെ നോക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഈ പ്രായത്തിൽ ആവശ്യമുള്ള തന്നെ. പക്ഷെ അത് അവർക്ക് ശല്യമാവുന്ന രീതിയിലാവുന്നു. ഇനി വല്ലതും ഉണ്ടായ രണ്ടിന് കോഫി ഷോപ്പിന്റെ പടി ഞാൻ കാണിക്കൂല, മനസ്സിലായോ? എന്നാ പോയിക്കോ. നീ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? എനിക്കിന്നൊക്കെ ഒന്ന് പഠിക്കണ്ടേ? കൊച്ചിയിൽ വന്നിട്ട് അത്യാവശ്യം ഫ്ലേട്ടിംഗ് എന്ന് പറഞ്ഞില്ലേ മോശം. പഠിക്കണമെന്നുള്ളവൻ ഇങ്ങനെ ആശാന്റെ പുറകെ നടന്ന് പണിയും കൊടുത്തോണ്ടിരിക്കുകയല്ല വേണ്ടത്. ആശാൻ പണി ചെയ്യുമ്പോ അങ്ങോട്ട് അങ്ങനെ മാറി നിന്ന് കണ്ടുപിടിക്കണം, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ദോ ആ സൈഡിൽ പോയി നിന്നിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കി പഠിക്കും. ആയിക്കോട്ടെ, ശരി, പോ പോ. ശല്യം. എങ്ങനെ നിങ്ങളുടെ ഇടയിലൊന്ന് കേറിപ്പറ്റുക? ഞാൻ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ, അപ്പൊ അതിന്റെ അറിയാലോ. മോനെ വേണ്ട, അവന് മിനിമം 100 കുറയാതെ വെയിറ്റ് കാണും. ഞാൻ പറയുന്നതൊക്കെ വെറുതെ റിസ്ക് എടുക്കണ്ട. താങ്ക് യു പറ. നീയാണ് എന്റെ ട്രംപ് കാർഡ് മോളെ. അല്ല, ഈ പെണ്ണുങ്ങളൊക്കെ ഇത് എന്ത് കണ്ടിട്ടാ? പിന്നെയും വിശ്വാസി അല്ല, ആര് എന്ത് കണ്ടു? അല്ല, നമ്മളെ പോലത്തെ സുന്ദര കുട്ടപ്പന്മാരിങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റ് നിൽക്കുമ്പോ ഈ പെണ്ണുങ്ങളൊക്കെ ഇത് എന്ത് കണ്ടിട്ടാ ഈ തടിയന്റെ കൂടെ? അത് നല്ല ക്വസ്റ്റ്യൻ. അല്ല, നിങ്ങൾ ഗേൾസ് എന്തായി ഞങ്ങൾ ബോയ്സിന്ന് പ്രതീക്ഷിക്കുന്നേ? മെയിൻലി കെയർ, പിന്നെ 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 ഈ പിന്നെ 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 എന്ന് പറഞ്ഞോണ്ടിരുന്ന എങ്ങനെയത്? അല്ല പിന്നെ വീണ്ടും വീണ്ടും പിന്നെ പിന്നെ എന്ന് പറഞ്ഞോണ്ടിരുന്ന നീ പറ പിന്നെ. അല്ല, നിങ്ങള് ബോയ്സ് എന്താ നമ്മള് ഗേൾസ് നിന്ന് പ്രതീക്ഷിക്കുന്നേ? ഒരൊറ്റ കാര്യമുള്ളൂ. എന്താ അത്? അല്ലേ വേണ്ട. പോടാ എന്റെ പോ. എന്താ പറഞ്ഞേ? അവൻ പറഞ്ഞത് അവൻ പെൺകുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹമാണെന്ന്. ഓഹോ, അതായിരുന്നോ? ഞാൻ കരുതിയത് മനസ്സായിരിക്കുമെന്ന്. മനസ്സ് അതല്ലേ എല്ലാം.
മനസ്സെന്നല്ലല്ലോ, വിശ്വാസമൊന്നല്ലേ? വിശ്വാസം അതല്ലേ ഇല്ല. ഇനിയിപ്പോ മാറിയോ? ആ 5 minutes. Okay. വിളിക്കാം. Okay. മച്ചാ, ആ ഒരു കാര്യമുണ്ട്, വന്നേ. ടോണി, വാ പറ. ആ, ഇപ്പൊ വരാവേ, 2 മിനിറ്റ്. വാ വാ. ഒരു മിനിറ്റ്. വാ. യെസ് ടോണി. നീരജ്, എൻ്റെ ഫ്രണ്ട് പാർവതി എന്ന്. ആ യെസ്, ഞാൻ അതിനെക്കുറിച്ച് പറയാതിരിക്കുകയായിരുന്നു. ഐ ആം സോറി ഫോർ ദാറ്റ്. ആ കുട്ടി എൻ്റെ ഹെൽത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ അത് ആ ഒരു സെൻസിലെടുത്തില്ല. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. എനിക്ക് ആ കുട്ടിയോടൊന്ന് മാപ്പ് പറയണം. ഏയ് പാറു അവളെ തന്നെ വിട്ടു. പിന്നെ പാറു? അതെ പാറു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, അവക്ക് ഞാൻ കണ്ടുവച്ചിരുന്ന പേരായിരുന്നു പാറു. അവളെ അങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാവരും വിളിക്കാറ്. അല്ല, നീരജ് പാറുവിന് പേര് കണ്ടെത്താനും മാത്രം. 2 ദിവസം മുമ്പാണ് പാറുവിന് പേര് കണ്ടുപിടിച്ചത്. ഓ, ആദ്യം വെറുപ്പായിരുന്നു, പിന്നീടത് സാധാരണമായി, പിന്നീട് എപ്പോഴും ഒരു കുറ്റബോധം. എൻ്റെ മനസ്സ് ചേഞ്ചായി ഫോം ചെയ്ത് എപ്പോഴോ ഓ മൈ ഗോഡ്, ഐ ജസ്റ്റ് ലവ് ഹർ. ഐ ആം ക്രേസി അബൌട്ട് ഹർ. ഒരു ഗൗതമേനോ പടം കൊണ്ട ഫീൽ ഉണ്ടല്ലോ. അപ്പൊ ലപ്പാണല്ലേ കുട്ടിയാനെ. സത്യം, അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. ഐ എം സോ ക്രേസി അബൌട്ട് ഹർ. ഷീസ് ഐ ലവ് ഹർ എ ലോട്ട്. ടോണി എന്നെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. യാ ഷുവർ, ഡെഫിനറ്റ്ലി. എനിക്ക് മനസ്സിലാവും എൻ്റെ ഫീലിങ്സ്. ഞാൻ തന്നെ സഹായിക്കും. ഷുവർ. പക്ഷേ പാറുനെ സോറി, ഇനി അവളെ ആരും അങ്ങനെ വിളിക്കരുത്. അതെനിക്ക് അവകാശപ്പെട്ടത്. പ്ലീസ്. ഞാൻ അവളെ സാധാരണ വേറെ വിളിക്കാറ്. ഓക്കെ, എന്തായാലും എൻ്റെ പുതിയ ഫ്രണ്ട് പറഞ്ഞാൽ ഓക്കെ. നീരജിനെ ഞാൻ പാർവതിയെ പരിചയപ്പെടുത്തി തരുമ്പോ എനിക്ക് മതി, നിർത്ത്. മനസ്സിലായി. നിനക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താനോ അല്ലേ? ശരി ടോണി. അതെ, ഇതുപോലുള്ള കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, വാ. ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ടോണി ആൻഡ് ഹീ ഈസ് ഓണർ ഓഫ് ദിസ് ഷോപ്പ്. Hi Tony, nice shop and nice ambience. താങ്ക്സ്. അപ്പം വെച്ചാ എല്ലാം പറഞ്ഞതുപോലെ. അത് ഇത്തിരി റിസ്ക് അല്ലേ? ആദ്യം അത് അണ്ടിട്ട് പോരെ. എന്നാ ശരി, ഓക്കെ, ബൈ. ബൈ.